രാത്രി വീട്ടിൽ കിടന്നുറങ്ങിയ വയോധിക ദമ്പതികളെ യുവാവ് വീട് കയറി ആക്രമിച്ചതായി പരാതി. കോട്ടയം മീനടം പുതുവയലിലാണ് ഇക്കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇത്തരത്തിലൊരു സംഭവമുണ്ടായത്. തച്ചുകുന്ന് വീട്ടിൽ തങ്കച്ചൻ 67 വയസ്സ്, ഭാര്യ ഏലിയാമ്മ 63 വയസ്സ് എന്നിവരെയാണ് അതിക്രൂരമായി ആക്രമിച്ചത്. തങ്കച്ചൻ ഹൃദ്രോഗി കൂടിയാണ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 11:30 കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ കുടുംബം പറയുന്നതനുസരിച്ചാണെങ്കിൽ പ്രദേശവാസിയായിട്ടുള്ള 21 വയസ്സുകാരനായ ആദർശ് എന്ന യുവാവ് രാത്രിയിൽ യാതൊരു പ്രകോപനവുമില്ലാതെ ഈ വീട്ടിലേക്ക് കയറി ചെല്ലുകയും ഇവരെ അതിക്രൂരമായി തന്നെ ആക്രമിക്കുകയുമായിരുന്നു. ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഗുരുതരമായി തന്നെ പരിക്കേറ്റ തങ്കച്ചനും ഭാര്യയും പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ഞായറാഴ്ച 11:30 ഞങ്ങൾ നല്ല ഉറക്കമായിരുന്നു. റോഡ് സൈഡായതുകൊണ്ട് വഴിയെ തെറി വിളിച്ച് ആൾക്കാർ ഒരു ചെറുക്കൻ പോകുന്നത് കേട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സിറ്റ് ഔട്ടിലോട്ട് കയറി വന്ന് എൻ്റെ ഹസ്ബൻഡിനെ ഉപദ്രവിക്കുകയായിരുന്നു. ആദ്യമേ അസഭ്യവാക്ക് പറഞ്ഞാൽ ചുടുകട്ട എടുത്ത് ഇടിച്ച് അത് കസേര എടുത്ത് തലക്കിട്ടടിക്കുന്നതിന് ഇപ്പം 2 അറ്റാക്ക് വന്ന് ഇരിക്കുന്ന വ്യക്തിയാണ്. ജോലിക്ക് വിടാതെ ഈ കന്നുകാലി കൃഷി കൊണ്ട് മാത്രം ഇരിക്കുന്ന വ്യക്തി അയാളെ ഉപദ്രവിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ ചാടി ഇടയ്ക്ക് കയറിയതാണ്. എൻ്റെ തലക്കിട്ടടിച്ച് എൻ്റെ മുഖത്തെല്ലാം പരുക്ക്, പല്ല് ഇളകി, പിന്നെ മോണ കീറി എല്ലാം ആകെ ഒരു വല്ലാത്ത ഇതായി. ആ സമയത്ത് വീണ്ടും പുള്ളിക്കാരനെ ഉപദ്രവിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ കിടന്ന് കാറി ഓടി വരണേ, രക്ഷിക്കണേ, പിന്നെ കുഞ്ചായനെ ശരിയാക്കുന്നേ, ഞങ്ങളെ കൊല്ലുന്നതെന്നും പറഞ്ഞ് ഞാൻ കിടന്ന് കാറിയപ്പോഴത്തേക്ക് കൊച്ചു കേട്ട് അത് ഓടി വന്ന് ഇതെന്താ അറിയാനായിട്ട്. അന്നേരം അനിയനും അനിയൻ്റെ ഭാര്യയും മോനും കൂടെ ഓടി വന്നു. എന്നിട്ട് ഇവനെ പിടിക്കാനായിട്ട് പറ്റുന്നില്ല. ഇവനെ ഭയങ്കര ഇതായിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് മോൻ ഇറങ്ങി വന്നിട്ട് മോൻ വന്ന് പിടിച്ച്. അന്നേരം അനിയൻ്റെ മോൻ തുകർത്തുകൊണ്ട് കൈ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ കൂടെ ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു, കൂട്ടുകാരൻ. അത് പോലീസിനെ വിളിക്കുകയും പിടിച്ചു കിട്ടിയെന്നായപ്പോഴത്തേക്ക് അവനെ വിടാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി. പ്രശ്നം ഉണ്ടാക്കിയത് ആദർശ് എന്ന് പറയുന്ന കുട്ടിയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അയൽവാസി 2 പഞ്ചായത്താണേലും അയൽവാസിയാണ്. പുതുപ്പള്ളി പഞ്ചായത്തിൽ താമസിക്കുന്നതാണ് ആദർശ്. മീനടം പഞ്ചായത്തിലാണ്. ഞങ്ങൾ രണ്ടും അതിർത്തിയാണ്. ചെറുപ്പക്കാരാണോ? 22 വയസ്സ്, 21 വയസ്സല്ല, 22 വയസ്സിൽ കൂടുതലില്ല രണ്ടുപേർക്കും. എന്താണ് നമ്മളോടുള്ള വിരോധം? എന്താ വിരോധമായിട്ട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. എന്തോ ഇപ്പോൾ വലിക്കുന്ന ലഹരിയുടെ എന്തോ ഇത് മൂത്തതാണെന്നാണ് തോന്നുന്നത്. ലഹരി അല്ലാതെ മറ്റു പ്രശ്നം ഉണ്ടാക്കാനുള്ള വഴികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു വിരോധം നമ്മളോട് മുമ്പ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മളോട് പ്രശ്നങ്ങളൊന്നും ഈ പയ്യൻ ഇവരുണ്ടാക്കിയിട്ടില്ല. പക്ഷേ ലഹരി മൂത്തതായിരിക്കും, അല്ലാതെ പിന്നെ ഇങ്ങനെ ഒരു കാണിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാത്രിയിൽ വെറുതെ 11:30 സമയത്ത് വീട്ടിലേക്ക് കയറി വന്ന് താങ്കളെയും ഭർത്താവിനെ ആക്രമിക്കുകയായിരുന്നു. ഭർത്താവിന്റെ പരിക്കുകളും ഗുരുതരമാണല്ലേ? ഇടത് കൈ ഉയർത്താൻ പറ്റത്തില്ല, ചതവും മൂലം. അതുപോലെ തന്നെ ഇടത് കൈയുടെ വിരൽ പിടിച്ച് ഒടിക്കുന്ന ഒരു പ്രവണതയുണ്ടായി. ഒടിഞ്ഞില്ല, പക്ഷേ കൈയുടെ വിരൽ നിവർത്താൻ പറ്റുന്നില്ല. അതുപോലെ വേദനയായിട്ട് അവനെ കൊണ്ടുപോയി കഴിഞ്ഞാണ് പോലീസ് വന്നത്. പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ആശുപത്രിയിൽ അന്നേരം തന്നെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞ് അഡ്മിറ്റായി. അക്രമം കാട്ടിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് വന്നത്. അവരെ കൊണ്ടുപോയി കഴിഞ്ഞപ്പം പോലീസ് വന്നു കഴിഞ്ഞാണ് ഞങ്ങളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. ആദർശിന് പിന്നാലെ മറ്റ് 2 പേർ കൂടി ഇവിടേക്ക് എത്തി തങ്ങളെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് തങ്കച്ചനും ഭാര്യയും പറയുന്നത്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കോട്ടയം പാമ്പാടിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് NK അനിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.